തന്റെ മരണശേഷം പിൻഗാമി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈ ലാമ ധർമ്മശാലയിൽ നടക്കുന്ന സന്യാസിമാരുടെ സമ്മേളനത്തിലാണ് സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. അതേസമയം പുതിയ ദലൈ ലാമയെ തങ്ങളുടെ അംഗീകാരത്തിന് ശേഷമേ പ്രഖ്യാപിക്കാനാകൂ എന്ന നിലപാടിലാണ് ചൈന. 600 വർഷം പഴക്കമുള്ള ടിബറ്റൻ ബുദ്ധിസം നിലവിലെ ദലൈലാമയോടെ അവസാനിക്കുമെന്ന ഊഹാപോഹങ്ങൾക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. ദലൈലാമയുടെ ഓഫീസിലെ അംഗങ്ങൾ മുൻകാല പാരമ്പര്യങ്ങൾക്കനുസരിച്ച് ഒരു പിൻഗാമിയെ കണ്ടെത്താനും അംഗീകരിക്കാനും ടിബറ്റൻ ബുദ്ധമത തലവന്മാരുമായും മറ്റ് മത നേതാക്കളുമായും കൂടിയാലോചിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മറ്റാർക്കും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമില്ലെന്ന് ചൈനയെ ഉദ്ദേശിച്ചുകൊണ്ട് ദലൈലാമ വ്യക്തമാക്കി. ദലൈലാമ, പഞ്ചൻ ലാമ, മറ്റ് പ്രധാനപ്പെട്ട ബുദ്ധമത വ്യക്തിത്വങ്ങൾ എന്നിവരുടെ പുനരവതാരം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും വേണമെന്ന നിലപാടിലാണ് ചൈന. 18ാം നൂറ്റാണ്ടിലെ ക്വിങ് രാജവംശത്തിലെ ഒരു ചക്രവർത്തി അവതരിപ്പിച്ച രീതിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് ചൈനയുടെ നിലപാട് വ്യക്തമാക്കിയത്. ദലൈലാമയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു പതിവ് വാർത്താസമ്മേളനത്തിൽ മാവോ നിങ് ഇക്കാര്യം അറിയിച്ചത്. ചൈനീസ് സർക്കാർ മതസ്വാതന്ത്ര്യ നയം നടപ്പാക്കുന്നുണ്ട്, എന്നാൽ മതകാര്യങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ട്. കൂടാതെ ടിബറ്റൻ ബുദ്ധന്മാരുടെ പുനരവതാരം കൈകാര്യം ചെയ്യുന്നതിന് രീതികളുണ്ടെന്നും ചൈനീസ് വക്താവ് വിശദീകരിച്ചു. ഞായറാഴ്ച ദലൈലാമ 90ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് പിൻഗാമിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.